सारी बात घनी आओ जी आओ पिया जी मार देश जो സോ ഞാനും ഹരിയും തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ആളെൻ്റെ സീനിയറായിട്ടായിരുന്നു കോളേജിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ജസ്റ്റ് ആ ഒരു പരിചയം എന്ന് പറയാൻ അങ്ങനെയാണ് വരുന്നത്. അപ്പം പിന്നീട് ഏതോ ഒരു മൊമെൻറ്റിൽ ആളെന്നെ പ്രപ്പോസ് ചെയ്തു. ആ ഒരു പ്രപ്പോസൽ എന്നുള്ള സീനൊക്കെ വന്നപ്പോൾ ഞാൻ അധികം ടൈം എടുത്തില്ല, പെട്ടെന്ന് തന്നെ കയറി ഓക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ആളെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയുക, ആള് പൊളി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പ്രേമിച്ചത്, അല്ലാണ്ട് വേറെ വരില്ലല്ലോ. സത്യം ഇത് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റോറി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും പോയി ഞാനും പ്രേമിച്ചാണ്, അത്ര തന്നെ. ആ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ചിരി ചേച്ചി എന്നെ ചേച്ചി നല്ല പൊളി ചേച്ചി എൻ്റെ. ആദർശിച്ച എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചും ഏറ്റവും നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരാളാണ്. വേറെ പീപ്പിൾസ് പേഴ്സണാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു ആളാണ് ആദർശിച്ച. വേറെന്താ പറയുക, സോ ഹാപ്പി ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ് ടു ഹെർ. എൻ്റെ ചിറ്റ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഹരിയേട്ടൻ്റെ മേളിൽ എൻ്റെ ഒരു കണ്ണുണ്ടാവും. ചിറ്റ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ തീരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മുൻവിധികളും ഇല്ലാതെ ഒരാൾ നമ്മളെ കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. എനിക്ക് മാത്രമല്ല, എനിക്കും അമ്മയ്ക്കും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് ചിറ്റ ഉണ്ടായത് തന്നെ. സോ വേറെന്താ പറയുക, പിന്നെ ചിറ്റ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഒരുപാട് സന്തോഷം ഇത് സംഭവിക്കുന്നത്. എപ്പോഴും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്, എൻ്റെ അമ്മ വെച്ചാൽ ഞാൻ അമ്മ വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഓക്കെ, എനിക്ക് ഞങ്ങൾ വെച്ചാൽ കൂടുതലൊരു ഫ്രണ്ട്സിനെ പോലെയാണ് എന്ത് കാര്യങ്ങളും. പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ്ടിരുന്നത്. അതെന്നോട് അമ്മ എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ കുറേ എതിർത്തെങ്കിലും എന്താ പറയുക, ലാസ്റ്റ് എൻ്റെ ഇഷ്ടത്തിന് അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും അവരുടെ അടുത്ത് പറയാനില്ല. ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. അയ്യോ, ഞാൻ ഇമോഷണൽ ആവേ, ഒരു സെക്കൻഡ്.